രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പോസ്റ്റാണ്. അദ്ദേഹത്തിന്റെ പൊതുജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ പൊതുജീവിതം ഏതാണ്ട് 18 വർഷം നീണ്ട പൊതുപ്രവർത്തനത്തിന് കർട്ടൻ താഴുകയാണ് ഇന്ന് എന്ന് പറയുന്നു. അതിൽ 3 വർഷം അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം സർക്കാരിന്റെ ഭാഗമായിരുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. പ്രേക്ഷകർക്ക് കാണാം അതിന്റെ സ്ക്രീൻഷോട്ട്. അതേസമയം തന്നെ ഞാൻ തെരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ടല്ല. I certainly didn't intend to end my 18 years of public service as a candidate who lost an election, but that how it turned out എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് പറയുന്നുണ്ട് ഐ വിൽ കണ്ടിന്യൂ ടു സപ്പോർട്ട് ആൻഡ് വർക്ക് ഇൻ പാർട്ടി എന്ന് പറയുന്നുണ്ട്. BJP പ്രവർത്തകനായി തുടരും, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ പ്രവർത്തിക്കുന്നതാണല്ലോ പൊതുജീവിതം. പക്ഷേ അദ്ദേഹം ഈ MP സ്ഥാനമില്ല, കേന്ദ്രമന്ത്രി സ്ഥാനമില്ല, ഇലക്ഷനിൽ തോറ്റു എന്നതുകൊണ്ട് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ട്. ലാസ്റ്റ് പറഞ്ഞ BJPന്റെ കാര്യകർത്ത ഐ വിൽ കണ്ടിന്യൂ ടു സപ്പോർട്ട് ആൻഡ് വർക്ക് ഇൻ പാർട്ടി എന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും തോറ്റതിന് പിന്നാലെ 3ാം മോദി സർക്കാർ അധികാരമേൽക്കുന്ന ആ മണിക്കൂറിൽ തന്നെ അദ്ദേഹം അങ്ങനെ പ്രഖ്യാപിക്കാന്നോ, നാളെ വേണേ പ്രഖ്യാപിക്കാമല്ലോ. ആ മണിക്കൂർ പ്രതിഷേധമുണ്ടോ എന്നൊരു വലിയ ചോദ്യമാണ്. എന്തായാലും അടുത്ത ഘട്ടത്തിൽ പരിഗണിക്കാവുന്ന സാധ്യതകളിൽ ഒന്ന് അദ്ദേഹത്തിന്റെ പേരുണ്ടെന്ന് ചിലയിടത്തൊക്കെ നമ്മൾ കണ്ടു, കേട്ടു, വായിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അതിനിടയിലും അദ്ദേഹം ഈ സത്യപ്രതിജ്ഞയ്ക്ക് മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുകയും ഇത്തരം ഒരു പരാമർശം ഈ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി ജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് 25,000 വരെ ഭൂരിപക്ഷം ഇടയ്ക്ക് വന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഈ സമയത്ത് അത് പറഞ്ഞ് ശരിയാണോ എന്ന് അദ്ദേഹം ആലോചിക്കേണ്ടതാണ്. എന്തായാലും അദ്ദേഹം പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചു എന്ന് പറയുന്നു. വിശദീകരിക്കാൻ വേണമെങ്കിൽ ഈ പോസ്റ്റ് പിൻവലിക്കാം, എല്ലാ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അപ്പം അതിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു അല്ലേ, അദ്ദേഹം എന്താ ചെയ്യുന്നത്, അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത്.